CMRL എക്സാലോജി കേസിൽ SFIOയ്ക്ക് തിരിച്ചടി. SFIO റിപ്പോർട്ടിന്മേലുള്ള എല്ലാ തുടർ നടപടികളും ഹൈക്കോടതി തടഞ്ഞു. CMRL സമർപ്പിച്ച ഹർജി പരിഗണിച്ചാണ് ജസ്റ്റിസ് TR രവി അധ്യക്ഷനായ അവധിക്കാല ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ്. സമൻസ് അയക്കുന്നതുൾപ്പെടെ എല്ലാ തുടർ നടപടികൾക്കും വിലക്ക് ബാധകമാണ്. സാലി മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. SFIO സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിന്മേലുള്ള വിചാരണ കോടതിയുടെ തുടർ നടപടികൾ റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടാണ് CMRL ഹൈക്കോടതിയെ സമീപിച്ചത്. കാരണം തങ്ങളുടെ ഭാഗം കേൾക്കാതെയാണ് വിചാരണ കോടതി തങ്ങൾക്ക് സമൻസ് അയക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നത്. അത് സാമാന്യനീതിയുടെ ലംഘനമാണ്, ക്രിമിനൽ നടപടിച്ചട്ടത്തിൻ്റെ ലംഘനമാണ്. ഇതായിരുന്നു വാദം. പക്ഷേ ഈ SFIOയും കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകനും ഒക്കെ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം, ഉന്നയിച്ച ഒരു വാദം, അതായത് ഈ CRPC അല്ലെങ്കിൽ BNSS പ്രകാരം ഉള്ള നടപടിക്രമങ്ങൾ ഈ കേസിൽ ബാധകമാവില്ല. കാരണം കമ്പനീസ് ആക്ട് പ്രകാരമാണ് നോട്ടീസ് അയക്കുകയും റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അത് അത്തരം മുൻകൂട്ടി അറിയിക്കണം, അല്ലെങ്കിൽ അവരുടെ ഭാഗം കേൾക്കണം എന്ന വാദം നിലനിൽക്കില്ല എന്നതായിരുന്നു വാദം. പക്ഷേ കോടതി വ്യക്തമാക്കിയ കാര്യം, അതിൽ കോടതിക്ക് സംശയം പ്രകടിപ്പിച്ചു. അതുകൊണ്ട് തന്നെ അതിൽ വിശദമായി വാദം കേൾക്കാനും തീരുമാനിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിസൾട്ട് എന്ന് പറയുന്നത്, ഇതിൻ്റെ തുടർ നടപടികളെല്ലാം കോടതി 2 മാസത്തേക്ക് സ്റ്റേ ചെയ്യുകയാണ് ഉണ്ടായത്. കോടതി പറഞ്ഞ കാര്യം, ഇതിൽ വിശദമായി വാദം കേൾക്കാം, 2 കൂട്ടരെയും ഭാഗം കേട്ട ശേഷം ഇതിൽ അന്തിമ തീരുമാനമെടുക്കാം എന്നുള്ളതാണ്. അതുവരെ ഒരു തുടർ നടപടിയും പാടില്ല. അതായത് സമൻസ് അയക്കുന്നത് പോലും കോടതി വിലക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. വളരെ നിർണായകമായ ചുവടുവെപ്പാണ് ഇക്കാര്യത്തിൽ നടന്നത്. ഏതായാലും അവധിക്കാലത്തിന് ശേഷം കോടതി വീണ്ടും ചേരുമ്പോൾ ഇതിൽ വിശദമായി വാദം കേൾക്കും എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. എല്ലാ എതിർകക്ഷികൾക്കും, കേന്ദ്ര സർക്കാർ ഉൾപ്പെടെയുള്ള എല്ലാ എതിർകക്ഷികൾക്കും കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ ഭാഗവും കേൾക്കും. ഏതായാലും സുപ്രധാനമായൊരു ചുവടുവെപ്പാണിത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇതിൽ വലിയ രാഷ്ട്രീയ വിവാദമുണ്ടാക്കിയ ഒരു കേസിൽ മുൻപും ഹൈക്കോടതിയും മൂവാറ്റുപുഴ, തിരുവനന്തപുരം വിജിലൻസ് കോടതികളും ഇതിൽ ക്രമവിരുദ്ധമായി ഒന്നുമില്ല എന്ന് കണ്ടെത്തുകയും ഇതിലൊരു അന്വേഷണവും ആവശ്യമില്ലെന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തതാണ്. പക്ഷേ അപ്പോഴും കേന്ദ്ര അന്വേഷണ ഏജൻസികളും BJPയും കേരളത്തിലെ പ്രതിപക്ഷവും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും CPMനെയും LDFനെയും സർക്കാരിനെയും ഒക്കെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന സമീപനമാണ് സ്വീകരിച്ചത്. പക്ഷേ അത്തരം കേസുകളെല്ലാം കോടതിയിലെത്തുമ്പോൾ ഒന്നൊന്നായി തിരിച്ചടി നേരിടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഏറ്റവും ഒടുവിൽ ഇന്ന് ഹൈക്കോടതിയിൽ സംഭവിച്ചതും. അവധിക്കാല ബെഞ്ച് അടിയന്തരമായി കേസ് പരിഗണിച്ച് ഇതിലൊരു തുടർ നടപടിയും വേണ്ട എന്ന് തൽക്കാലത്തേക്ക് 2 മാസത്തേക്ക് സ്റ്റേ ചെയ്തിരിക്കുന്നു. പക്ഷേ ഒരു കാര്യം, ഈ 2 മാസത്തിന് ശേഷം കോടതി കേസിൽ വിശദമായി വാദം കേൾക്കും എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതും 2 മാസത്തിലധികം കാലതാമസം പിടിക്കാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ ചുരുക്കത്തിൽ ഈ സമീപകാലത്തൊന്നും ഇതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികളിലേക്ക് കടക്കാൻ SFIOയ്ക്കോ വിചാരണ കോടതിക്കോ കഴിയാത്ത സാഹചര്യം ഇന്നുണ്ടായിട്ടുണ്ട്. അത് SFIOയെ സംബന്ധിച്ചിടത്തോളം അതിനെ നിയന്ത്രിക്കുന്ന കേന്ദ്ര സർക്കാരിനെയും കേന്ദ്ര ഭരണകക്ഷിയെയും അതുപയോഗിക്കുന്ന കേരളത്തിലെ പ്രതിപക്ഷത്തെയൊക്കെ അടക്കം വലിയ തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ശരി, സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.